ഉപ്പുതറ തവാണ റോഡ് തകർന്ന് ഗതാഗത ദുരിതത്തിലായി. റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഇതുവഴി കടന്നു പോകുന്ന ചെറുവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചുവെന്ന് പറയുന്നതല്ലാതെ റോഡ് സഞ്ചാരയോഗ്യമാക്കുവാൻ നടപടി ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് ഈ റോഡിന് ഈ ദുരവസ്ഥയുണ്ടാക്കാൻ ഇടയായി. കേന്ദ്ര ഫണ്ടിൽ നിന്നും ഫണ്ട് വന്നപ്പോൾ 16 കിലോമീറ്റർ ദൂരം അത് ഉൾപ്പെടുത്തി റോഡ് നിർമ്മാണം പൂർത്തിയാക്കി. 2 കിലോമീറ്റർ ദൂരം ബാക്കിയായി. എസ്റ്റിമേറ്റ് എടുത്തതിലെ അപാകതയാണ് ഇതിന് കാരണം. ഉപ്പുതറയിൽ നിന്ന് തുടങ്ങുന്ന ഈ റോഡിൽ ഇപ്പോൾ വലിയ കുളങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. റോഡിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ കുഴിയുടെ ആഴം അറിയാതെ ഇരുചക്ര വാഹനങ്ങൾ ഇതിൽ നിത്യവും വീണ് അപകടം ഉണ്ടാവുകയാണ്. ഇതുവഴി കാൽനട യാത്രയും ദുസ്സഹമായിരിക്കുകയാണ്. വാഹനം കടന്നു പോകുമ്പോൾ സമീപത്തെ വീടുകളിലേക്കാണ് വെള്ളം തെറിക്കുന്നത്. അതിനാൽ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന എല്ലാവർക്കും, നാട്ടുകാർക്ക് എല്ലാവർക്കും ദോഷമാണ്. പിന്നെ ഞാനിപ്പോ അതിനെ ഒന്നും പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. അവസ്ഥ മഴക്കാലമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. ഒരു വിധത്തിലാണ് വണ്ടി ഓടിക്കുന്നത്. ഈ ചെളിക്കകത്തോടെ വണ്ടി ഓടിച്ചിട്ട് നമുക്ക് വണ്ടി എന്നും പണിയാവുകയുള്ളൂ. ഓട്ടോറിക്ഷ ഇതുവഴി ഓടുമ്പോൾ അറ്റകുറ്റപ്പണി കൂടുന്നതിനാൽ ഓട്ടം വിളിച്ചാൽ റോഡിന്റെ ദുരവസ്ഥ കാരണം വരാൻ മടിക്കുകയാണ്. വരുന്നവർ ഇരട്ടി കൂലിയും വാങ്ങുന്ന അവസ്ഥയുണ്ട്. 10ഓളം സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ ഓടുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചെന്ന് പറയുന്നുവെങ്കിലും നടപടി വൈകുകയാണ്. അതിനാൽ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാവുന്നില്ല. അടിയന്തരമായി ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.